ഉച്ചഭാഷണികളിലൂടെ ആസാൻ നമസ്കാരം പാടില്ല എന്ന യോഗി ആദിത്യനാഥിന്റെ ഉത്തരവിനെ ലംഘിച്ച ഇമാമുകൾക്ക് നല്ല ഒന്നാം തരം പണി കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ മേൽക്കൂരകൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് വാമൊഴിയായിട്ടാണ് വിശുദ്ധ റമദാൻ മാസത്തിൽ ഇമാമുകൾ ആസാൻ നമസ്കാരം നടത്തുന്നത്. ഇതോടെ ആരാധനാലയങ്ങളിലെ ഉച്ചഭാഷണികൾ സംബന്ധിച്ച് യോഗി ആദിത്യനാഥ് സർക്കാർ നടപ്പിലാക്കിയ ഒരു നയം പ്രാവർത്തികമാവുകയാണ്. ഉത്തർപ്രദേശിലെ ചില ജില്ലകളിൽ നിന്നാണ് ഈ സംഭവം. റംസാൻ കാലത്തും പള്ളികളിൽ ഉച്ചഭാഷണികളില്ലാതെയാണ് ഇപ്പോൾ ആസാൻ നമസ്കാരം അറിയിക്കുന്നത്. നിയമത്തിൽ അനുശാസിക്കുന്നത് പോലെ അനുവദനീയമായ ശബ്ദപരിധി കവിയുന്നതോ ഉച്ചഭാഷണികൾ ഉപയോഗിച്ച് നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നതോ ആയ മതപരമായ സ്ഥലങ്ങൾക്കെതിരെ യോഗി ഭരണകൂടം നടപടി സ്വീകരിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ സാംബാൽ, ബറേലി, മൊറാദാബാദ് തുടങ്ങിയ ജില്ലകളിൽ ഉച്ചഭാഷണികൾ വഴി നൽകുന്ന ആസാൻ നിർത്തിവച്ചിരിക്കുന്നു. ഇത് ലംഘിച്ച നിരവധി പള്ളികളിൽ പോലീസ് നടപടിയെടുക്കുകയും ഇവിടെ നിന്ന് ഉച്ചഭാഷണികൾ പിടിച്ചെടുക്കുകയും ചെയ്തു. തൽഫലമായി ഇപ്പോൾ പള്ളികളുടെ മേൽക്കൂരകളിൽ നിന്ന് ഇമാമുകൾ വാമൊഴിയായിട്ടാണ് ആസാൻ നമസ്കാരം അറിയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ AIMIM, ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമീൻ, ഓൾ ഇന്ത്യ മുസ്ലിം യൂണിറ്റി അസോസിയേഷൻ ജില്ലാ അധികാരികൾക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. റംസാൻ മാസത്തിൽ മുസ്ലിങ്ങൾ നോമ്പ് തുറക്കുന്ന സമയം വൈകുന്നേരം 2 മിനിറ്റ് മാത്രം ഉച്ചഭാഷണി ഉപയോഗിച്ച് അറിയിപ്പ് നൽകാൻ അനുമതി നൽകണം എന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം മുസ്ലിങ്ങൾ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അതനുസരിച്ച് റംസാൻ മാസത്തിൽ സഹ്രീം ഇഫ്താറും സംഘടിപ്പിക്കണമെന്നും സംബാലിലെ പോലീസ് സൂപ്രണ്ട് അറിയിച്ചു. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും എപ്പോഴും മാതൃകയാക്കാം ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തെ. എല്ലാ ഭരണാധികാരികൾക്കും മാതൃകയാക്കാൻ യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രിയും അവിടെയുണ്ട്. എവിടെയും വിദ്വേഷം സൃഷ്ടിക്കാവുന്ന ഒരു വിഷയത്തെ പലപ്പോഴും വളരെ മനോഹരമായി കൈകാര്യം ചെയ്യുന്നതിൽ ഉത്തർപ്രദേശ് സർക്കാർ എപ്പോഴും വിജയമാണ്. ഉച്ചഭാഷണികൾ വേണ്ടെന്ന് വെച്ച് ഉത്തർപ്രദേശിലെ ഒരു ക്ഷേത്രവും മസ്ജിദും ഈ അടുത്ത നാളുകളിലാണ് മാതൃകയായത്. ഉത്തർപ്രദേശിൽ എല്ലാവർക്കും അവരുടേതായ ആരാധനാ രീതി പിന്തുടരാമെന്നും എന്നാൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിലാവരുത് എന്നുമുള്ള യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശം പാലിച്ച് രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവുമാണ് പ്രധാനമെന്ന് ഉത്തർപ്രദേശിലെ ചിലരെങ്കിലും തെളിയിച്ചിട്ടുണ്ട്. ഗാന്ധി ചൌക്ക് പ്രദേശത്തെ രാംജാംഗി ക്ഷേത്രവും ജുമാ മസ്ജിദും ഉച്ചഭാഷണികൾ നീക്കം ചെയ്തിട്ട് നാളുകളേറെയായി. ഝാൻസിയിലെ ഏറ്റവും ആദരണീയമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് രാംജാംഗി ക്ഷേത്രം. ബഡ്ഗാവ് പട്ടണത്തിലെ ഗാന്ധി ചൌക്ക് പ്രദേശത്താണ് സുന്നി ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. പതിറ്റാണ്ടുകളെ ക്ഷേത്രത്തിലും മസ്ജിദിലും ഉപയോഗിച്ചിരുന്ന ഉച്ചഭാഷണങ്ങൾ വേണ്ടെന്ന് വെക്കാൻ സംയുക്തമായി തീരുമാനിച്ചതായി ക്ഷേത്ര പൂജാരിയും ഇമാമും പറഞ്ഞിരുന്നു. സമാധാന സമിതി യോഗം ചേർന്ന് ഉച്ചഭാഷണികൾ നീക്കം ചെയ്യാൻ ഇവർ തീരുമാനിക്കുകയായിരുന്നു. ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഉച്ചഭാഷണി ഉപയോഗിക്കുന്നത് വിവാദമായ പശ്ചാത്തലത്തിലായിരുന്നു ഈ രണ്ടിടങ്ങളിലെയും നീക്കം. ഉച്ചഭാഷണികൾ താഴെയിറക്കാനുള്ള നടപടി കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്നത് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പരസ്പര ധാരണയിലാണ് ജീവിക്കുന്നത്. രാജ്യത്ത് ഈ ഐക്യം നിൽക്കാനും ആളുകൾ സമാധാനത്തോടെ ജീവിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പള്ളിക്കുള്ളിൽ ചെറിയ സ്പീക്കറുകളുണ്ട്, അതുവഴി ശബ്ദം പുറത്തേക്ക് സഞ്ചരിക്കില്ല എന്നും പള്ളിക്കുള്ളിൽ തന്നെ അവ നിലനിൽക്കുമെന്നും ഇമാം പറയുന്നു. അതേസമയം രാവിലെയും വൈകിട്ടും ഭജന നടത്താനായിരുന്നു ക്ഷേത്രത്തിൽ ഉച്ചഭാഷണി ഉപയോഗിച്ചിരുന്നത്. പള്ളിയിൽ ഒരു ദിവസം 5 തവണ ബാങ്ക് വിളിക്കും. ഉച്ചഭാഷണി ഉപയോഗിച്ച് ജനങ്ങൾക്കിടയിൽ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ശക്തമായ സന്ദേശം നൽകാനാണ് തീരുമാനം എന്ന് ക്ഷേത്ര ശാന്തി മോഹൻദാസ് പറയുന്നു. എല്ലാ ദിവസവും ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും ഭക്തരെത്തി ഭജന നടത്താറുണ്ട്. എന്നാൽ ഉച്ചഭാഷണി ഇല്ലാതെയാണ് അത് നടത്തുന്നത്. ഇത്തരത്തിൽ ഉത്തർപ്രദേശിൽ മാറ്റങ്ങൾ വന്നപ്പോഴാണ് ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ യോഗി സർക്കാരിന്റെ ഈ ഉത്തരവിനെ മറികടന്ന് ചില പള്ളികളിലെങ്കിലും വീണ്ടും ഉച്ചഭാഷണികൾ സ്ഥാപിച്ചത്. എന്തായാലും ആ ഉച്ചഭാഷണികളെ അവിടെ നിന്ന് പോലീസുകാർ എടുത്തുകൊണ്ടുപോകുന്ന നടപടി സ്വീകരിച്ചതോടുകൂടി ഇപ്പോൾ മേൽക്കൂരകൾക്ക് മുകളിൽ നിന്ന് ഇമാമുകൾക്ക് വാമൊഴിയായി ആസാൻ ചൊല്ലേണ്ടുന്ന ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. എന്തായാലും മറ്റൊരാൾക്ക് ശല്യമാകുന്ന തരത്തിൽ അതിപ്പോൾ ഏത് മതത്തിന്റെ ആയാലും, അതിപ്പോൾ ഭജന ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ആസാൻ നമസ്കാരം ആയിക്കൊള്ളട്ടെ, എന്തായാലും ആ രീതിയിൽ പാലിക്കപ്പെടുമ്പോഴാണ് എല്ലാ മതത്തിനോടും പരസ്പര ബഹുമാനവും ധാരണയും സ്നേഹവും ഒക്കെ ഉണ്ടാവുക. എന്തായാലും ഉത്തർപ്രദേശിലുള്ള ചിലരെങ്കിലും ഇക്കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. ഒരു മതത്തെയും അവഹേളിക്കാതെ, ഒരു മതത്തിനും ശല്യമുണ്ടാകാതെ, ഒരു വിഭാഗം ജനങ്ങളെയും വേദനിപ്പിക്കാതെ നല്ല രീതിയിൽ അതാത് മതങ്ങളിലെ ആചാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് മതേതരം എന്ന ആ ഒരു സാക്ഷാത്കാരത്തിലേക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കുന്നത്. ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ എന്തായാലും ഉത്തർപ്രദേശ് പാടെ മാറുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.